വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. അപ്പോൾ 35 hours ട്രെയിൻ ജേർണിയിൽ ഞാൻ എന്തൊക്കെ കഴിച്ചു. അപ്പോൾ ഇത് day 1 ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ബാക്കിയുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. സാനിറ്റൈസ് ഒക്കെ ചെയ്ത് ഇപ്പുറത്തെ നോനിയൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അട്ടടാ ഇവിടെ നമുക്കുണ്ട് പ്രോട്ടീൻ ബ്രെഡ്. ആൻഡ് ഇവിടെ ഞാൻ പനീർ ഭുർജി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഞാൻ ഫോർ ദ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ബ്രെഡിൻ്റെ ഒപ്പം പനീർ ഭുർജി കഴിക്കണേ. ആൻഡ് ഗസ് വാട്ട്, എനിക്ക് കോമ്പിനേഷൻ ഇഷ്ടമായി. ഇനി ഇത്തവണ ട്രെയിനിൽ ഞാൻ എല്ലാ സ്നാക്സും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതായിട്ട് മേടിച്ചുകൊണ്ട് വന്നിരുന്നു. അതിൽ നിന്ന് ഒന്നാണ് ഈ ഒരു മോക്ക ലാറ്റെ ഫ്ലേവറിൻ്റെ 10 gram പ്രോട്ടീൻ തന്നെ. ഈ ഒരു പ്രോട്ടീൻ ബാർ നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഒരു പേപ്പർ ബോട്ടിൻ്റെ ഇതുപോലത്തെ കുറച്ച് ജ്യൂസസ് ഇറങ്ങിയിട്ടുണ്ട്. സ്പെഷ്യലി 0 sugar ആയിട്ടുള്ളതാണ് ഇതൊക്കെ. ആൻഡ് ചില്ലി ഗോവ ഫ്ലേവർ ആയിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. ആൻഡ് ലഞ്ചിന് വേണ്ടി ഞാൻ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത്തവണ ഞാനില്ലേ എൻ്റെ റെസിപ്പി കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കിയിരുന്നത് കേട്ടോ. ആൻഡ് ഇത് നല്ല ടേസ്റ്റി ആയിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഡെസേർട്ടിൻ്റെ പേരും പറഞ്ഞ് വേറെ പ്രോട്ടീൻ ബാർ ഇറക്കി. ആൻഡ് ഇത്തവണ സ്ട്രോബെറി ഫ്ലേവർ ആണ്. ഞാൻ ചെക്ക് ചെയ്യായിരുന്നു കേട്ടോ. അപ്പുറത്തെ പാസഞ്ചറിലെ ബ്ലാക്ക്ബെറിയുടെ അടിയിൽ കൂടെ പതുക്കെ എത്തി നോക്കുക. ബൈ ദ വേ, ഈ ഒരു സ്ട്രോബെറി ഫ്ലേവറിൻ്റെ ഈ ഒരു പ്രോട്ടീൻ ബാർ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. കണ്ടില്ലേ, പറഞ്ഞ നേരം കൊണ്ട് നമ്മൾ 2 പ്രോട്ടീൻ ബാർ കഴിച്ച് 20 gram പ്രോട്ടീൻ ഒക്കെ നേടിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ജൽജീര ഫ്ലേവറിൻ്റെ സെയിം 0 sugar ആയിട്ടുള്ള ഡ്രിങ്കും ഞാൻ കുടിച്ചു വിട്ടു. അത് കഴിഞ്ഞ് ഞാൻ 5 minute വരെ എങ്ങനെ എങ്ങാട്ടൊക്കെ കാട്ടിക്കൂട്ടി വജ്രാസനം ചെയ്ത്. കാരണം ഈ ട്രെയിനിനെ കുറച്ച് ഹൈറ്റ് കൂടുതലായിരുന്നു. സോ എനിക്ക് ഇരിക്കാൻ പറ്റണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഒരു വൈകുന്നേരം ആയപ്പോൾ ഈ ഒരു പാലക് ചിപ്സ് കഴിക്കുകയാണ് കേട്ടോ. ഞാൻ നന്നായിട്ട് നോക്കി ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ, കാരണം ഇത് നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ എനിക്ക് ഡൗട്ട് ഒന്നും കൂടെ കൂടും ടേസ്റ്റ് ആകുമ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണെന്നുള്ളത്. ആൻഡ് താങ്ക്ഫുള്ളി ഇതിൻ്റെ സോഡിയം ഒക്കെ വളരെ കുറവായിരുന്നു, കാലറീസ് ഒക്കെ കുറവുണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് പ്രോട്ടീൻ ഇതിൽ നിന്ന് എനിക്ക് കിട്ടി. ഞാൻ 1-2 പ്രോട്ടീൻ ഷേക്കും ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട്. കാരണം നമുക്കിങ്ങനെ ട്രെയിനിൽ കയറുമ്പോൾ കണ്ടിട്ടില്ലേ, മിൽക്ക് ഷേക്ക് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ മേടിക്കാൻ തോന്നില്ല. യെസ്, അങ്ങനെ എന്തെങ്കിലും ക്രേവ് ചെയ്യുമ്പോൾ കുടിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഓക്കേഷായിട്ടാണ് തോന്നുന്നത്. ബട്ട് സാരില്ല, ആ ഒരു സമയത്ത് ക്രേവിങ്സിന് വേണ്ടി ഇത് ഓക്കെ ആയിരുന്നു. എന്നാൽ 26 gram ഓഫ് പ്രോട്ടീനും ഒപ്പം കിട്ടണില്ലേ. ഓക്കെ, അപ്പോൾ ഡിന്നറിന് വേണ്ടി ഞാൻ വേറെ ടിഫിനിൽ ഇതുപോലെ തന്നെ പ്രോട്ടീൻ ബ്രെഡ് നിറച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം ഈ ഒരു ജാം ഇട്ട, ഇതൊരു വെറൈറ്റി ജാമാണ് ഗൈസ്. ബിക്കോസ് ഇത് ഹണി അടങ്ങിയിട്ടുള്ളത്, ഇതിനകത്ത് ഷുഗർ ഇല്ല. ആൻഡ് ഇതിനകത്ത് കണ്ട മൽബറിയൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കണം. ഇത് മിക്സ്ഡ് ബെറീസ് ആയിട്ടുള്ളതാണ്. പക്ഷെ കഴിക്കുമ്പോൾ മൽബറിയൊക്കെ വായിൽ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഇത് നല്ല ഫീലിംഗ് ആയിരുന്നു, അറിയുമ്പോൾ നല്ല ടേസ്റ്റിയും കൂടി ആയിരുന്നു കേട്ടോ. സോ യെസ്, ഇത്രയൊക്കെ രാവിലെ മുതൽ കഴിച്ചതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കഴിഞ്ഞ് കുറച്ച് അജ്വാനും ഹവാബൻ ഹരിടയും കഴിച്ചു.